ഓണത്തിന് പൂക്കളമൊരുക്കാൻ കീഴല്ലൂർ നാഗവളവിൽ ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു. മട്ടന്നൂർ കണ്ണൂർ റോഡരികിൽ നാഗവളവിലെ അരയേക്കറോളം സ്ഥലത്താണ് ചെണ്ടുമല്ലിയും ഒപ്പം പച്ചക്കറികളും തയ്യാറായിരിക്കുന്നത്. പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടനകളും സാംസ്കാരിക കൂട്ടായ്മയും ചേർന്നാണ് കൃഷിയൊരുക്കിയത്. കീഴല്ലൂർ പഞ്ചായത്തിന്റെ മധുര 16 കാർഷിക സ്വയം പര്യാപ്ത ഗ്രാമം തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ പദ്ധതിയുടെ ഭാഗമായാണ് നാഗവളവിൽ ചെണ്ടുമല്ലി കൃഷിയും പച്ചക്കറി കൃഷിയും ഒരുക്കിയത്. മഹിളാ അസോസിയേഷൻ, ഡിവൈഎഫ്ഐ, നാഗവളവ് EMS കലാ സാംസ്കാരിക കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ 50 സെന്റ് സ്ഥലത്ത് കൃഷിയൊരുക്കിയത്. ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ഭാഗമായി ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികളും മധുര 16ന്റെ ഭാഗമായി വെള്ളരി, മഞ്ഞൾ, വഴുതിനങ്ങ, മുളക്, വെണ്ടക്ക തുടങ്ങി വിവിധ കൃഷിവിളകളുമാണ് കൃഷി ചെയ്തത്. കീഴല്ലൂർ പഞ്ചായത്തിന്റെ സബ്സിഡിയോടെ കൃഷിഭവനിൽ നിന്നും വാങ്ങിയ ചെണ്ടുമല്ലിയുടെ തൈകളാണ് നട്ടുവളർത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ മൊട്ടിട്ട് പൂവ് വന്നതു മുതൽ ഇപ്പോൾ വരെ കൃഷിവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും സഹായം ലഭിക്കുന്നുണ്ടെന്ന് വാർഡ് കൗൺസിലർ ടി രുതീഷ് പറഞ്ഞു. 16 വാർഡുകളിലും വ്യത്യസ്തമായിട്ടുള്ള കൃഷി ആരംഭിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഗവളവിൽ ഈ പ്രദേശത്ത് 9ാം വാർഡിൽ ഇത്തരത്തിലുള്ള ഒരു കൃഷി നടപ്പിലാക്കിയിട്ടുള്ളത്. ചെണ്ടുമല്ലി, അതുപോലെ തന്നെ ഇഞ്ചി, മഞ്ഞൾ, വെണ്ട, വെള്ളരി, പച്ചപ്പറങ്കി, കക്കിരി എന്നിവ ആക്കിക്കൊണ്ടാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. നല്ല രീതിയിൽ ഒരു കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലമായിരുന്നു. നല്ല രീതിയിൽ ഇടപെടേണ്ട നാട്ടുകാരുടെ നല്ല സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. കൃഷി ഓഫീസറെ നല്ല സഹായം ഉണ്ടായി. ആദ്യം തന്നെ നമ്മൾ നട്ട് ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഇതിന് മുട്ട് വന്നു. അപ്പോൾ നമുക്കൊരാശങ്കയുണ്ടായി, ഇത് ഓണം ആകുമ്പോഴേക്ക് പൂവെല്ലാം പോയി പോകുമെന്നുള്ളത്. പക്ഷേ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം രണ്ടാമത് വന്ന മുട്ടുകളാണ് ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്നത്. അതിനുള്ള ഹോർമോണുകൾ, നല്ല ഐറ്റംസ്, അടിക്കുന്ന കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇറക്കിയിട്ടുള്ള ഹോർമോൺ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇത് ചീഞ്ഞു പോകാതിരിക്കാനും അതുപോലെ തന്നെ വണ്ണം വെക്കാനുള്ള സാധനങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം നിലനിന്ന് പോയത്. വേറെ കീടങ്ങളോ വേറെ ശല്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തകരെത്തി പരിപാലിക്കുന്നതിനാൽ മികച്ച വിളവാണ് സമ്മാനിച്ചതെന്ന് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിലാകും. ഓണത്തിന് വിളവെടുത്തു കഴിഞ്ഞാലും തുടർന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി തുടരുന്നതിനെക്കുറിച്ചാണ് ബന്ധപ്പെട്ടവരുടെ ആലോചന. ഓണം കഴിഞ്ഞിട്ട് ഇത് തുടരണമെന്നുണ്ട്. പെയിന്റ് കമ്പനികൾക്ക് ഇത് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. വേനൽക്കാലങ്ങളിലും ഇത് ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും കൂടി നമ്മളൊരു ആലോചന നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ജൂണിൽ ജില്ലാ പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NV ചന്ദ്രബാബുവാണ് ചെണ്ടുമല്ലിയുടെ നടീൽ ഉദ്ഘാടനം ചെയ്തത്. 2 മാസത്തിനുള്ളിൽ പൂവുകൾ വിളവെടുപ്പിന് പാകമായി. പഞ്ചായത്തിലെ 16 വാർഡുകളിലും വ്യത്യസ്ത കൃഷി ഇറക്കിയാണ് പഞ്ചായത്ത് മാതൃകയാവുന്നത്. കാടുപിടിച്ചു കിടക്കുന്നതും ഉപയോഗശൂന്യമായി കിടക്കുന്നതുമായ സ്ഥലങ്ങൾ കണ്ടെത്തി കൃഷി ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് മധുര 16 എന്ന പദ്ധതി നടപ്പിലാക്കിയത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.